ആക്ഷൻ. നമസ്കാരം. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് മൂന്ന് RC കാർ അൺബോക്സിംഗ് ആൻഡ് കാണിക്കൽ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മള് ത്രീ വണ്ടി RC കാർസ് അൺബോക്സിംഗ്. രണ്ടെണ്ണം ഓൾറെഡി എല്ലാം അൺബോക്സ്ഡ് ആണ്. ഓൾറെഡി ഓടിച്ചു നോക്കി. നമ്മള് കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോറി ബ്രോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഏതൊക്കെ RC കാർ ആണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു. ഫസ്റ്റ്ലി ഏതെടുക്കുന്നത്? ഓക്കെ, എടുത്തു. F1 എടുക്ക്. ആദ്യം F1 എടുക്ക്. റിമോട്ട് വേണം. ലൈറ്റ് മാറി പോടാ ലൈറ്റ് പോടാ. ലൊക്കേഷൻ ഒന്ന് മാറ്റിട്ട് F1 തരൂ. F1 എത്തി. ഇതാണ് F1. 15 km/h സ്പീഡ്. ഇതാണ് F1ന്റെ ഇതൊക്കെ ഞങ്ങൾ മോഡിഫൈ ചെയ്ത കേട്ടോ ഗൈസ്. ഇത്ര സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് മൊത്തം സ്റ്റിക്കേഴ്സ് ഞങ്ങൾ ഒട്ടിച്ച് അല്ല ഇതാണ് F1. ഞാൻ താഴെ വെച്ചിട്ട് കാണിക്കാവേ. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് സാധനം ലാസ്റ്റ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ F1. ഇതാണ് റിമോട്ട്. അതിന്റെ താഴെ വെച്ചിട്ട് അതിന്റെ സ്പീഡ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ഡ്രൈവറിനെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് സാർ. സാറിന്റെ പേരെന്താണ്? ഫുൾ നെയിം? നിക് നെയിം എന്താണ്? നൈസ് നെയിം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഫുൾ സ്പീഡ് പറയണ ഇവിടെ ഇരുന്നോടാ. ഫുൾ സ്പീഡ് പറയണ 15 km/h സ്പീഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതാട്ടോ എന്റെ റിമോട്ട്. ഫ്രണ്ട്, ബാക്ക്, വെയിറ്റ് ചെയ്യടാ, സൈഡ് ഞാൻ കാണിച്ചു തരാവേ. റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും എന്റെ ഫുൾ സ്പീഡ് ഇവിടം വരെ. എടാ, ബ്രേക്ക് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഗൈസ്. ഞങ്ങളുടെ ബ്രേക്ക് ഇതാണ്. ഇങ്ങനെ പോവുക. ബാക്കിന്റെ റിവേഴ്സ് സ്വിച്ച് പ്രസ് ചെയ്യുക. ഓക്കെ, 3, 2, 1. പിന്നെ ഗൈസ് റിവേഴ്സ് എടുക്കുക. പിന്നെ ഗൈസ്, ഇതിന്റെ ഒരു പ്രത്യേകത ഇതുണ്ട്. ഇത് മൊത്തം നല്ല ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു ക്വാളിറ്റി ഇതാണ്. കാരണം ഇത് പൊട്ടണ കാര്യത്തില് ഒരു സംശയവും വേണ്ട, പൊട്ടത്തില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ഒന്നോടെ. 3, 2, 1. ലെഫ്റ്റ് റൈറ്റ്, ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് അടിക്ക്. ലെഫ്റ്റ് അടിക്ക്. ലെഫ്റ്റിന് ഒരു ബെസ്റ്റ്. ഹായ്. ഇവിടെ പോയി. ഓക്കെ ഗൈസ്, നമുക്ക് സോറി, നമുക്ക് സെക്കൻഡ് കാറിന് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്റ്റണ്ട് കാർ. സ്റ്റണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സ്റ്റണ്ടിന്റെ ആളാണ്. പക്ഷെ ഇതിനേക്കാൾ സ്പീഡ് മറ്റേ ലാസ്റ്റ്.
ടയർ കണ്ട സ്പീഡ് കൂടുതലാ അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇതിന്റെ ഓൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചത് താഴെ വെച്ചാൽ അത് ക്ലിയർ ആവത്തുള്ളൂ. ഇന്ത്യൻ ഡ്രൈവർ എല്ലാത്തിന്റെയും എന്തായാലും ഈ വണ്ടിയാണ് നമ്മുടെ മഴ വരുന്നത്. കാറ്റാണ്. ഓക്കെ, നമുക്ക് ഇത് ഈ വണ്ടി നമ്മുടെ സെക്കൻഡ് ആണ്. നമുക്ക് ഇത് ഒരു 20 അല്ലല്ല 18 കിലോമീറ്റർ പോകും. 18 മറ്റേ 15 18 അത് 20 അടുത്ത വരാൻ പോണ 20. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ നമുക്ക് നേരെ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോവാം. അപ്പൊ നമുക്ക് നേരെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സ്റ്റണ്ട് കാറിന്റെ ഡ്രൈവറിനെ നമുക്ക് സ്വാഗതം ചെയ്യും. സ്റ്റണ്ട് കാർ ഡ്രൈവറാണിത്. സെയിം തന്നെ പേര് ആദം. ആദം പുൽപ്പജിന്റെ ഫുൾ നിക് നെയിം കുഞ്ഞു. നമുക്ക് എന്തായാലും നമുക്ക് ഡ്രൈവിംഗിലേക്ക് പോകാം. വാടാ വാ. നമുക്കിത് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുന്നുണ്ട്. സൈഡിലാണ് ബട്ടൺ. ഗേസ് ഓൺ ചെയ്തപ്പോൾ ഉള്ള ശബ്ദം നിങ്ങൾ നോക്ക്. ഈ ശബ്ദം ഓഫായ, വണ്ടി ഓഫായ, ചാർജ് തീർന്ന. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ വണ്ടിയുടെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, വണ്ടിയുടെ പരിപ്പ് ഞങ്ങൾ ഇറക്കി ഓൾറെഡി. അങ്ങോട്ടും ഇങ്ങോട്ടും പരിപ്പിന്റെ ഇവിടെ കൊറേ നേരം ഓണാക്കിയിട്ടില്ല, അതാണ് ചാർജ് പെട്ടെന്ന് ചാർജ് ചെയ്യുന്നത്. 1 hour ഓടിക്കാം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഓടിച്ച് കൊറേ നാളായി ഓണാക്കിയിട്ടേ. അപ്പം കേടായതല്ല. ഞാൻ ആദ്യം എന്റെ പൊന്നെ എന്റെ ചങ്ക് കിടന്ന് അവിടെ അവിടെ എന്റെ ഹാർട്ട് ഇവിടെ ഡിസ്കോ പാർട്ടിയാണ്. അത് വേണ്ട, ഒന്ന് ഓണായത് അപ്പളാ മനസ്സിലായി ചാർജ് തീർന്നു. ശുഭരാത്രി. നമ്മുടെ ലേറ്റസ്റ്റ് മറ്റേ വണ്ടിയുടെ ഡ്രൈവിംഗ് നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിനെ ഇടാൻ പറ്റുവാണെങ്കിൽ. അപ്പൊ അതിന്റെ ഷോർട്സ് ആണ് ഒരു മാസ് വീഡിയോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ലേറ്റസ്റ്റ് കാർ അൺബോക്സ്ഡ് ആണ്. എന്നാലും കറണ്ട് പോയി ചൂട് എടുക്കും. എന്റെ പൊന്നെ കറക്റ്റ് ടൈമിലാണ്. ഇത് ഓണാക്കട്ടെ. ഫാൻ ഓണാക്ക്. ഇടയ്ക്ക് വെച്ചൊന്ന് ഓഫ് ആയപ്പോഴാണ്. അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് കാറിന്റെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അൺബോക്സിംഗിലേക്ക് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാം. നന്ദി, നമസ്കാരം. ഗൈസ്, ഫെറാറി ആണ് ഞങ്ങൾ വാങ്ങിച്ച, ഞങ്ങളല്ല, ഇവന്റെ ബർത്ത്ഡേക്ക് പപ്പയുടെ അനിയൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റാ. ഗൈസ്, ഇനിയിപ്പോ ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഞാനിപ്പോ അൺബോക്സ് ചെയ്യാൻ പോവാ. നമ്മള് കണ്ടോ, ഇതിന്റെ സ്റ്റിയറിംഗ് കണ്ട ഇതുപോലത്തെ ഗെച്ചർ സെൻസർ ഉള്ള. അതാ ഞാൻ പറഞ്ഞേ. ഇതിന്റെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെൻസ് ചെയ്തിട്ട് ആക്സിലേറ്ററും കൂടി പോകും. അപ്പൊ നമുക്ക് നേരെ വഴിയിലേക്ക് പോകാം. ഗൈസ്, ഇത് മൊത്തം ഇവിടെ ഒരു ഇതായ അലങ്കോലായി. ഇതിന്റെ കുറെ സ്ക്രൂ ഉണ്ടായിരുന്നല്ലോ അതിന്റെ അടിയിൽ വെക്കണ. ഒന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതെവിടെ പോയി? അവിടെ വെച്ചോ മതി. ഞാൻ ലൈറ്റ് ഇടാം ഗൈസ്, കുറച്ചും കൂടി. ഇപ്പൊ കറക്റ്റായി കാണുന്നില്ലേ? ഇനി നമുക്ക്
ദേ എവിടെയാണ് RC സ്കെയില് 1/14. ഇതിന് എത്ര റേറ്റ് എന്ന് ഞാൻ പറയാം ഗൈസ്. റേറ്റ് റേറ്റ് 2000 rupees. സില്ലിയ തുറന്നടാ ഗൈസ്. ഞങ്ങള് തുറക്കാൻ പോവുകയാണ്. എടാ തുറന്നോടാ, പൊട്ടിക്കല്ലേ. ഇപ്പൊ വന്നല്ലോ. ഇവിടെ വാടാ, ഇവിടെ കൊണ്ടുവരും. ഗേസ് ഇതാണ് ആ കാർ ഞാൻ പറഞ്ഞേ. ഇതിന്റെ ഫ്ലാഷ് ഓഫ് ഗേസ് ഞാൻ പറഞ്ഞു തന്നത്. ഇതിന്റെ ഫ്ലാഷ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഞാൻ ഫ്ലാഷ് തന്നെ ഇട്ടിട്ട് വീഡിയോ എടുക്കാം. ഇതിന്റെ സ്റ്റിയറിംഗ് നോക്ക്, വിട്ടേടാ. ഇതിന്റെ സ്റ്റിയറിംഗ് നോക്ക്, ഇതുപോലെ പിടിച്ചാലാണ് അത് വർക്ക് ആവത്തുള്ളൂ. വണ്ടി ഓണായിരുന്നു. ദൈവമേ. ഓക്കെ ഗൈസ്, ഇത് ഡോർ ഓപ്പണിംഗ് കാറാണ്. ചേട്ടാ ഇതാണെങ്കിൽ മറ്റേ ടൈപ്പ് എന്താന്ന് ഓഫ് ആക്കി. ഗൈസ് ഇതിന്റെ ഇവിടെ ഒരു ചാർജർ ഉണ്ട്. ചാർജറെ വാടാ, പെട്ടിയോടെ പൊളിഞ്ഞു പോന്നു. ഇതാണ് എന്റെ ചാർജറാണിത്. മതിയിടാ, കളയല്ലേടാ, അവിടെ ഇരുന്നോട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ കാറിനെ പുറത്തോട്ട് എടുക്കാം. ദിസ് ഈസ് ഗൈസ് ഫെറാറിയുടെ സെയിം ലുക്ക്, സെയിം സ്റ്റൈൽ. ഡോർ ഓപ്പണിംഗ്. എടാ വെയിറ്റ്, ലാസ്റ്റ്. ഇതാണ് അതിന്റെ ബോക്സ് പറയണം. നല്ല നല്ല പാക്കിങ്ങോടെ ആട്ടോ വന്നിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ്ലി ഓൺ ആക്കാം. ഇതിന്റെ ശബ്ദമൊന്നുമില്ല കേട്ടോ. കാണിച്ചടാ. ഇത് നമ്മളിത് ഇതുപോലെ പിടിച്ചാലാണ്, നമ്മൾ ഇങ്ങനെ പിടിച്ചാലൊന്നും അത് വർക്ക് ആവത്തില്ല. അതിനെ ഗെച്ചർ സെൻസർ എന്നാണ് അതിന് പറയുന്നത്. ഇങ്ങനെ പിടിക്കണം, ഇതുപോലെയാ. അത് ഞാൻ ആദ്യം എൻ്റെ റൈറ്റിന്റെ ഇത് പോയല്ലോ എന്ന് ഓർത്തിരുന്ന, പക്ഷെ പോയിട്ടില്ല. പാട്ടിന്റെ ഒക്കെ ഇത് വന്നിട്ടുണ്ട് ഗൈസ്, എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഓൺ ആക്കിട്ടോ. ഓക്കെ ഗൈസ്, ടോപ്പ് സ്പീഡ് എത്ര? ഇവിടെ പാട്ടിന്റെ ഇതുണ്ട്, സ്പീക്കറുണ്ട്. ഓഫായിരുന്ന, സോറി ഗൈസ്. ഓൺ ആക്കി. നല്ല സ്പീഡുണ്ട് ഗൈസ്. താഴെ വെച്ച് കഴിയുമ്പോൾ സ്പീഡ് അങ്ങ് കുറയും. പിന്നെ തിരിച്ചു കാണിക്കാം. റൈറ്റ് ലെഫ്റ്റ് സീൻ അല്ലേ. ഇത് എൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയണം. ഇതാ. ഓക്കെ ഗൈസ്, ഇതുണ്ടോ? ഓണാണ്. ഓക്കെ, ഒന്ന് ഓടിച്ചാടാ. ഗൈസ് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതിന് ലൈറ്റ് ഉണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ഇത് നോക്കി ഗൈസ്, സ്റ്റൈൽ നോക്കി. ഇതിന്റെ ലൈറ്റ് ഉണ്ട്. എന്നാ ബ്രൈറ്റ് എന്നറിയോ വിചാരിക്കണം. ഇപ്പൊ ഓടിക്കല്ലേ. എന്റെ ബ്രേക്ക് ലൈറ്റ് നോക്ക്, ബ്രേക്ക് റിവേഴ്സ് റെഡ് കളറാ. നൈസാണ്. നമുക്ക് എന്തായാലും താഴേട്ടൊന്ന് ഇറക്കാം. അതിന്റെ ഫുൾ ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ലൈറ്റ് ഓഫ് ഗൈസ്, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോണ്. ലൈറ്റ്സ് ഓഫ് ഗൈസ്, ഞാൻ ഫ്ലാഷ് ഓഫ് ആക്കി. ഇപ്പൊ നമുക്ക് ഇതിന്റെ ബ്രൈറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. ഞാൻ എന്നെ ഒന്ന് പൊക്കി പിടിക്കട്ടെ. ഓ വെയിറ്റ്, ബ്രൈറ്റ് ഇടിക്കില്ല. എന്റെ റിവേഴ്സിന്റെ നോക്ക്, എന്റെ ഫ്രണ്ട് നോക്ക്, എന്നെ ബ്രൈറ്റ് ആണ് നോക്ക്. നിങ്ങളല്ലേ പറയാ എന്നെ ബ്രൈറ്റാ അല്ലേ. ബാക്ക് ലൈറ്റ് ഒക്കെ ഭയങ്കര ബ്രൈറ്റാ. എന്റെ ലെഫ്റ്റിലേക്ക് തിരിച്ചടാ. ചൈന കേട്ടോ.
ഇങ്ങോട്ട് തിരിച്ചോടാ, ഫ്രണ്ടിലേക്ക് കൊടുക്കടാ. എടാ തിരിക്കടാ, ഫ്രണ്ടിലേക്ക് കൊടുക്കടാ. ഉണ്ടാ ഭയങ്കര സെൻസിറ്റിവിറ്റിയാ അതിന്. റിവേഴ്സ് എങ്ങായി. എടാ ഇവന് ഡ്രൈവ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്, അതാ പ്രശ്നം. അവന് വളച്ചോടാ. ഇതേ പഞ്ഞു മച്ചാ ദേ പോണു. ഓക്കെ ഗൈസ്, ഇതിന്റെ ഒരു പ്രഷ്യസ് എവിടെ ഇങ്ങ് വന്നാടാ. ഓക്കെ അവിടെ നിർത്തിക്കോ ഗൈസ്. ഗെച്ചർ സെൻസർ ഉള്ള സാധനം ആയ കാരണം നല്ല. ഞാൻ ഇനിയിപ്പോ ഇതിന്റെ ഇത് ഏത് ബട്ടനാന്ന് നിങ്ങൾക്ക് അറിയാവോ? മിട്ടാടാ, ഇത് ഏത് ബട്ടനാന്നറിയോ? ഡോർ ഓപ്പണിങ്. ഓക്കെ കണ്ടോ നിങ്ങൾ അതിന്റെ സ്റ്റൈൽ. പിന്നെ ഇതിന്റെ ഒരെണ്ണം നമ്മള് ഓടിക്കുമ്പോഴാട്ടോ ഓഫ് ആവുന്നത്. അത് ഭയങ്കര സീനാണ്. അതടഞ്ഞ് ആൾക്കാർ ഇറങ്ങണ ഇത് അടയും. അതുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മറ്റേതും അടഞ്ഞു. ആണോന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞ, പക്ഷെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചേക്കണേ. കണ്ടാ പെർഫെക്റ്റ് ആണ്. ഫ്ലാഷ് ഇതെന്തായാലും നല്ല സൂപ്പർ. ഞാൻ ഇതിന് 5 സ്റ്റാർ ലെവൽ തന്നെ കൊടുക്കും. അയ്യോ ബ്ലറായാലോ. ഞാൻ 10 സ്റ്റാർ കൊടുക്കും. സ്റ്റൈൽ ഉണ്ടാ. ഓക്കെ ലംബോർഗിനി പോലെ. അതിനകത്ത് ലംബോർഗിനിയാന്ന് പിന്നെ ഫെറാറിയാന്ന് മനസ്സിലായി. ഇത് കാണിച്ചു തരാവേ. ഫ്രണ്ട് ഗിയർ കൊടുക്കണു, അടഞ്ഞു. നമുക്ക് ഇതിന്റെ ഫാസ്റ്റസ്റ്റ് നമുക്ക് നടത്താം. അതിന് നമ്മുടെ ലൈറ്റ്സ് ഓൺ. ഓക്കെ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇതിന്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. അതിന്റെ മുമ്പ് 2 ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ പ്ലീസ്. ഓക്കെ പെർഫെക്റ്റ്. നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ പവർ കാണിച്ചു തരാം ഗൈസ്. പവർ എന്ന് പറഞ്ഞാലേ ഒരു സീന. ഓക്കെ ഇവിടെ ഞാൻ വെച്ചു. ഓക്കേടാ ഫുൾ സ്പീഡ് കൊടുത്തോട്ടോ. 3, 2, 1 സ്റ്റാർട്ട്. എടാ എങ്ങോട്ടാടാ? എടാ നീയേ അങ്ങനെ പിടിക്കണ്ടെന്നേ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും പോകും. അങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ ഗൈസ് ഫുൾ സ്പീഡ് അങ്ങ് പൊക്കോ. ഇടിക്കാറാവുമ്പോ ബ്രേക്ക് ഇട്ടാ. കണ്ടാ ഫുൾ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇതേ ഗൈസ് നമുക്ക് കൂട്ടിനൊരു 8 കാലിയുണ്ട്. അവിടെ പോയി ഓക്കെ അതിന് നമുക്ക് വിട്ടേക്കാം. നമുക്ക് ആദ്യം ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇതിന്റെ സ്പീഡ് എത്രയാണ്. സ്പീഡ് നല്ല സ്പീഡ് ഓടിച്ചു നോക്കണം ഗൈസ്. നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഗൈസ് 3 വണ്ടിയും വെച്ച് ഒരൊറ്റ മാസായിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഷോർട്സിലും ഈ വീഡിയോയിലും വരുക. ഇപ്പൊ തന്നെ ഓൺ ദ വേ ആണ്. ആരക്കടാ. അപ്പൊ ഫെറാറിനെ ഇഷ്ടപ്പെട്ട നിങ്ങൾ 10ല് എത്ര റേറ്റിംഗ് കൊടുക്കും എന്ന് പറയാം. ഞാൻ ഇതിന് 10ല് 9.9 സ്റ്റാർ. ഇത്രയും ഗുഡാണ്. ഓക്കെ പക്ഷെ നിങ്ങൾ എത്ര തരണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ കമന്റ്സ് എല്ലാം ഓൺ ആക്കിയാണ് വെക്കുന്നത്. പക്ഷെ എനിക്ക് ഒരൊറ്റ കമന്റ് ഒരു വീഡിയോയിലും വരാറില്ല. നമുക്ക് എന്തായാലും മാസ് വീഡിയോ പോവാം.